വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസ് ഖാലിദ്. ഇന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത്? ചന്ദ്രയാൻ 3 ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? എ ശാസ്തേ, ബി ILSA, സി LP റാംബ അല്ലെങ്കിൽ റാംപ, ഡി ഷേപ്പ്. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ അത് പരീക്ഷകളിൽ സ്ഥിരമായുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇന്ന് ചന്ദ്രയാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം എന്നായിരുന്നു മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ചന്ദ്രയാൻ 1 കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യ ചന്ദ്രയാൻ ദൗത്യം, ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാൻ ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രയാൻ 1 ഇന്ത്യയിലെ ആദ്യ ചാന്ദ്ര ദൗത്യം. ഇന്ത്യയിലെ ആദ്യ ചാന്ദ്ര ദൗത്യം എന്നാണ് ഇന്ത്യയിലെ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 1 ആദ്യമായിട്ട് വിക്ഷേപിച്ചത് അല്ലെങ്കിൽ ആ വർഷം ഏതാണ്? 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. അപ്പൊ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ഇത് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-11 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ് 2008 ഒക്ടോബർ 22 PSLV C-11 റോക്കറ്റിലാണ് ഈ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏതാണ്? ലോഞ്ചിങ് വെഹിക്കിൾ ഏതാണെന്ന് വെച്ചാൽ PSLV C-11. ഇനി ചന്ദ്രയാൻ 1 അത് വിക്ഷേപിക്കാൻ എന്ത് ദൗത്യമാണ് അതിനുണ്ടായിരുന്നത്? ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം നിർണ്ണയിക്കാനാണ് ഈ വിക്ഷേപണം നടത്തിയത്. ചന്ദ്രയാൻ 1 ദൗത്യം ഉണ്ടായിരുന്നു, ചന്ദ്രോപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം നിർണ്ണയിക്കുകയാണ് ചന്ദ്രയാൻ 1 വിക്ഷേപണ ദൗത്യം. ഈ വിക്ഷേപണ സമയത്തെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന ആരായിരുന്നു? ഈ വിക്ഷേപണ സമയത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. ഈ വിക്ഷേപണ സമയത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ വിക്ഷേപണ സമയത്തെ പ്രധാനമന്ത്രി. ഇനി ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ഡയറക്ടർ ആരായിരുന്നു വെച്ചാൽ G മാധവൻ നായർ ആയിരുന്നു. ആരായിരുന്നു ISRO ഡയറക്ടർ? G മാധവൻ നായർ ആയിരുന്നു. ചന്ദ്രയാൻ 1 വിക്ഷേപണത്തിലെ വിക്ഷേപണ സമയത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ISRO ചെയർമാൻ G മാധവൻ നായരുമായിരുന്നു. ഇനി അപ്പോഴത്തെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ മയിൽ സ്വാമി അണ്ണാദുരൈ ആയിരുന്നു പ്രോജക്ട് ഡയറക്ടർ. ഡോക്ടർ മയിൽ സ്വാമി അണ്ണാദുരൈ ആയിരുന്നു പ്രോജക്ട് ഡയറക്ടർ. ഇനി ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 പറഞ്ഞു. ഇനി ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചപ്പോൾ അത് വിക്ഷേപിച്ചതിന്റെ ഫലമായിട്ട് അത് ഒരു സ്ഥലത്ത് ചെന്ന് ഇടിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. അത് എന്നായിരുന്നു ചോദിച്ചാൽ 2008 നവംബർ 14 അതൊരു സ്ഥലത്ത് ചെന്ന് ഇടിച്ചിറങ്ങിയത്. ആ സ്ഥലത്തിന്, ആ ചന്ദ്രയാൻ 1 ചെന്ന് ഇറങ്ങിയ സ്ഥലത്തിന് ഒരു പേരിട്ട് നിർദ്ദേശിച്ചിരുന്നു. ആ പേരാണ് ജവഹർ പോയിന്റ്. എന്താണ്? ജവഹർ പോയിന്റ്. ജവഹർ പോയിന്റ് എന്ന് വിക്ഷേപണം അതായത് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചപ്പോൾ അത് ചെന്ന് ഇടിച്ച സ്ഥലമാണ് ജവഹർ പോയിന്റ്. ലാൻഡ് ചെയ്ത സ്ഥലം ജവഹർ പോയിന്റ് എന്നാണ് അറിയപ്പെട്ടത്. ആ ജവഹർ പോയിന്റ് എന്ന പേര് നിർദ്ദേശിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. നവംബർ 14 ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജവഹർ പോയിന്റ് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. അപ്പൊ 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-11. ആ സമയത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ISRO ചെയർമാൻ G മാധവൻ നായരുമായിരുന്നു. പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ മയിൽ സ്വാമി അണ്ണാദുരൈ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ദൗത്യം, ചന്ദ്രയാൻ 1 ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രോപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം നിർണ്ണയിക്കാനാണ് ഈ ചന്ദ്രയാൻ 1 വിക്ഷേപണ ദൗത്യം ചന്ദ്രയാൻ 1 വിക്ഷേപണ ദൗത്യം എന്ന് പറയുന്നത്. പിന്നെ ഇത് 2008 നവംബർ 14 ഒരു സ്ഥലത്ത് നിന്ന് പതിക്കുന്നത്. ആ സ്ഥലത്തിന് ജവഹർ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ജവഹർ പോയിന്റ് എന്ന ഈ സ്ഥലത്തിന് പേര് നിർദ്ദേശിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ചന്ദ്രയാൻ 1 മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന് പറയുന്ന ഭാഗമാണ് ജവഹർ പോയിന്റ് ചെന്ന് പതിച്ചത്. ഏതാണ്? ചന്ദ്രയാൻ 1 മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന ഭാഗമാണ് എവിടെ ചെന്ന് പതിച്ചത്? ജവഹർ പോയിന്റിൽ ചെന്ന് പതിച്ചത്. മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന് പറയുന്നത് ചന്ദ്രയാൻ 1 ഭാഗമാണ് ജവഹർ പോയിന്റ് ചെന്ന് പതിച്ചത്. ചന്ദ്രയാൻ 1 ഭാരം എന്ന് പറയുന്നത് 1380 കിലോഗ്രാം ആണ്. ചന്ദ്രയാൻ 1 ഭാരം 1380 കിലോഗ്രാം ആണ്. ഈ ചന്ദ്രനിൽ ഈ ചാന്ദ്ര ദൗത്യം നിർവഹിക്കുന്നത് ഇന്ത്യക്ക് മുമ്പേ 3 രാജ്യങ്ങൾ ഇത് നിർവഹിച്ചിട്ടുണ്ട്. ചാന്ദ്ര ദൗത്യം ഏതൊക്കെയാണ് രാജ്യങ്ങൾ എന്ന് വെച്ചാൽ USSR, USA, ചൈന.
അപ്പൊ ഇന്ത്യ 4ാമത്തെ രാജ്യമാണ്, ചാന്ദ്ര ദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതിനു മുമ്പ് ഈ ചാന്ദ്ര ദൗത്യം നടത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USSR, USA, ചൈന. 4ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ ചന്ദ്രയാൻ 1നെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. വിക്ഷേപണ വാഹനം അല്ലെങ്കിൽ റോക്കറ്റ് ഏതെന്ന് പറഞ്ഞാൽ PSLV C-11 ആണ്. മൻമോഹൻ സിംഹാണ് ആ സമയത്തെ പ്രധാനമന്ത്രി. ISRO ചെയർമാൻ G മാധവൻ നായരായിരുന്നു. ഇനി പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ ആയിരുന്നു ആ ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ. ഇതിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം നിർണ്ണയിക്കുക, ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം നിർണ്ണയിക്കുന്നതാണ് ഇതിന്റെ ദൗത്യം. ഇനി ഇത് എവിടെ ചെന്ന് പതിച്ചു? അതായത് ഈ ചന്ദ്രയാൻ 1ന്റെ ഭാഗമായി മൂൺ ഇമ്പാക്ട് പ്രോബ് ജവഹർ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇന്ന് പതിക്കുന്നത്. അത് 2008 നവംബർ 14-നാണ്. ജവഹർ പോയിന്റ് എന്ന പേര് നിർദ്ദേശിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ചന്ദ്രയാൻ 1ന്റെ ഭാരം എന്ന് പറയുന്നത് 1380 കിലോഗ്രാം ആണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വർഷം എന്ന് പറയുന്നത് 2019 ജൂലൈ 22 ആണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 ആണ്. ഇനി ഈ വിക്ഷേപണ സമയത്തെ പ്രധാനമന്ത്രി ആരായെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയാണ് വിക്ഷേപണ സമയത്തെ പ്രധാനമന്ത്രി. ഇനി ആ സമയത്ത് ISRO ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ K ശിവനാണ്. ISRO ചെയർമാൻ ഡോക്ടർ K ശിവനാണ്. ഒമ്പത് 2019 ജൂലൈ 22-നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ആ സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപ്പോഴത്തെ ISRO ചെയർമാൻ ഡോക്ടർ K ശിവനുമായിരുന്നു. ഇനി ആ സമയത്തെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ആ സമയത്തെ ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു വെച്ചാൽ മുത്തയ്യ വനിതയായിരുന്നു ആ സമയത്തെ പ്രോജക്ട് ഡയറക്ടർ. ഈ മുത്തയ്യ വനിത ISROയിലെ ആദ്യ വനിതാ പ്രോജക്ട് ഡയറക്ടർ ആണ് മുത്തയ്യ വനിത. അപ്പൊ മുത്തയ്യ വനിതയായിരുന്നു ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ. ഇനി ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു വെച്ചാൽ ഋതു കരിദ്രാലാണ് മിഷൻ ഡയറക്ടർ. ഋതു കരിദ്രാലാണ് മിഷൻ ഡയറക്ടർ. ഋതു കരിദ്രാൽ റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ഡോക്ടർ K ശിവൻ ആരാണ്? റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. അപ്പം ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. ഇനി ഇത് വിക്ഷേപിച്ചപ്പോൾ ഇത് ചെന്ന് പതിച്ച സ്ഥലത്തെ തിരങ്ക എന്നാണ് അറിയപ്പെടുന്നതാണ്. തിരങ്ക. ഈ തിരങ്ക എന്ന പേര് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദിയാണ്. അപ്പൊ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. PM നരേന്ദ്രമോദിയും ISRO ചെയർമാൻ ഡോക്ടർ K ശിവനുമായിരുന്നു. പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയാണ്. മുത്തയ്യ വനിത ISROയിലെ ആദ്യ വനിതാ പ്രോജക്ട് ഡയറക്ടറാണ്. മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ഋതു കരിദ്രാലാണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഋതു കരിദ്രാലാണ്. അതുപോലെ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ K ശിവനാണ്. ഇനി ഈ ചന്ദ്രയാൻ 2 ചെന്ന് പതിച്ച സ്ഥലത്തെ തിരങ്ക എന്ന പേരാണ് നിർദ്ദേശിക്കുന്നത്. ആ തിരങ്ക എന്ന പേര് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദിയാണ്. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? GSLV M3M1. GSLV M3M1 ആണ് ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം. GSLV M3M1 ആണ് ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം. ഇത്രയാണ് ചന്ദ്രയാൻ 2നെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ ചന്ദ്രയാൻ 3നെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ജൂലൈ 16-ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2021 ജൂലൈ 16-ആണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ തന്നെയാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചിരിക്കുന്നത്. ഈ വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. അപ്പൊ അത് അവിടെ ബ്രഹ്മണത്തിൽ കറക്റ്റ് ആയിട്ട് എത്തിച്ചേർന്നു. ആ എത്തിച്ചേർന്ന വർഷം എന്ന് പറയുന്നത് ദിവസം 2023 എത്രയാണ്? ഓഗസ്റ്റ് 23-നാണ് ഇത് എത്തിച്ചേർന്നത്. ചന്ദ്രയാൻ 3 എത്തിച്ചേർന്ന അവിടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ പ്രദേശത്തെ ശിവശക്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശിവശക്തി. ഈ പേര് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദിയാണ് അല്ലെ. അപ്പം 2023 ജൂലൈ 16-ആണ് വിക്ഷേപിച്ചത്. അവിടെ ചെന്ന് എത്തിച്ചേർന്നത് 2021 ഓഗസ്റ്റ് 23-ന് ഈ ചന്ദ്രയാൻ 3 ദൗത്യം പൂർത്തീകരിച്ചു. ഇനി ആ പൂർത്തീകരിച്ചപ്പോൾ അത് എത്തിച്ചേർന്ന പ്രദേശത്തെ ശിവശക്തി എന്ന പേരിൽ അറിയപ്പെട്ടു.
ഇനി 2023 ഓഗസ്റ്റ് 23 അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഏത് രാജ്യമാണ് ചന്ദ്രയാൻ ദൗത്യം പൂർത്തീകരിച്ചത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് എത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ എത്തുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രൻ ദക്ഷിണത്തിൽ എത്തുന്ന ആദ്യ രാജ്യം ഇന്ത്യയാണ്. ഇനി ഓഗസ്റ്റ് 23 എത്തിച്ചേർന്നത്. അപ്പൊ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ഓഗസ്റ്റ് 23 എന്തായിട്ട് അറിയപ്പെട്ടു? ദേശീയ ബഹിരാകാശ ദിനമായി അറിയപ്പെട്ടു. ദേശീയ ബഹിരാകാശ ദിനമായി ഓഗസ്റ്റ് 23 ആചരിക്കാൻ തീരുമാനിച്ചു. എന്തിന്റെ ഇതിലാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപണം കറക്റ്റ് ആയിട്ട് ആ സേഫ് ലാൻഡ് ചെയ്തതിനാൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഭൗമദിനം? ലോക ഭൗമദിനം എന്നാണ് ലോക ഭൗമദിനം? ജൂലൈ 20 ലോക ഭൗമദിനം അല്ലെ? ജൂലൈ 20 ലോക ഭൗമദിനം. അതായത് 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചേർന്ന് ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തുന്നത്. അതുകൊണ്ട് ആ ദിനം UN അന്താരാഷ്ട്ര ഏജൻസി ജൂലൈ 20 ലോക ഭൗമദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച എന്നാണ് 2023 ജൂലൈ 16 അത് വിക്ഷേപിച്ച് സേഫ് ലാൻഡിംഗ് നടത്തിയത് 2001 ഓഗസ്റ്റ് 23 ആ സേഫ് ലാൻഡിംഗ് നടത്തിയ പ്രദേശത്ത് ശിവശക്തി എന്നറിയപ്പെടുന്നു. ഈ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. ഇനി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം ചെന്നിറങ്ങിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇനി ലോക ഭൗമദിനം ജൂലൈ 20 ഇനി ഈ ചന്ദ്രയാൻ 3 സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി തന്നെയാണ്. ഇനി ചന്ദ്രയാൻ 3 ISR ആ സമയത്ത് ISR ഡയറക്ടർ ഡോക്ടർ എസ് സോമനാഥ് ആണ്. ഡോക്ടർ എസ് സോമനാഥ് ആണ് ചന്ദ്രയാൻ 3 സമയത്ത് ISRO ചെയർമാൻ. ഇനി പ്രോജക്ട് ഡയറക്ടർ ആരാണ്? വീരമുത്തുവേൽ. പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? വീരമുത്തുവേൽ. മിഷൻ ഡയറക്ടർ മോഹൻ കുമാറുമായിരുന്നു. മിഷൻ ഡയറക്ടർ ആരായിരുന്നു? മോഹൻ കുമാർ. ഇനി വീരമുത്തുവേൽ പ്രോജക്ട് ഡയറക്ടറും മിഷൻ ഡയറക്ടർ മോഹൻ കുമാറുമായിരുന്നു. ഇനി ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 3900 കിലോഗ്രാം ആയിരുന്നു. 3900 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം. അപ്പൊ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച 2023 ജൂലൈ 16 2023 ഓഗസ്റ്റ് 23 ദക്ഷിണ ധ്രുവത്തിൽ അത് എത്തിച്ചേർന്നു. ആ എത്തിച്ചേർന്ന പ്രദേശത്ത് ശിവശക്തി എന്നറിയപ്പെട്ടു. ദേശീയ ബഹിരാകാശ ദിനമായി ഓഗസ്റ്റ് 23 ആചരിക്കുന്നു. ഇതിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ 3900 കിലോഗ്രാം ആണ്. ഈ സമയത്തെ പ്രോജക്ട് ഡയറക്ടർ ഈ സമയത്ത് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ആണ്. പിന്നെ പ്രോജക്ട് ഡയറക്ടർ വീരമുത്തുവേലും ചന്ദ്രയാൻ 3 മിഷൻ ഡയറക്ടർ മോഹൻ കുമാറുമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനമാണ് LV-M3M4. LV-M3M4 ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം. ഇനി ചന്ദ്രയാൻ 3 ഭാഗമായ വിക്രം ലാൻഡറിലെ പെലോഡുകൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് ചന്ദ്രയാൻ 3 ലാൻഡറിലെ പെലോഡുകളെ കുറിച്ച് മനസ്സിലാക്കാം. ചന്ദ്രയാൻ 3 വിക്രമിലെ ലാൻഡറിലെ പെലോഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ചസ്തെ. ഈ പെലോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ചന്ദ്രനിലെ താപ വ്യത്യാസത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ്. താപ വ്യത്യാസം മനസ്സിലാക്കാനാണ് ഈ പെലോഡ് ഉപയോഗിച്ചിരുന്നത്. അടുത്തത് ചന്ദ്രനിലെ വിക്രം ലാൻഡറിലെ മറ്റൊരു പെലോഡാണ് ILSA. ഇത് അവിടത്തെ ഭൂകമ്പ സാധ്യതയെ കുറിച്ച്, ചന്ദ്രനിലെ ഭൂകമ്പ സാധ്യതയെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ പറയുന്ന പെലോഡ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇനി LP അല്ലെങ്കിൽ RMPHA റാംപ അല്ലെങ്കിൽ LP. ഈ പെലോഡ് എന്ന് പറയുന്നത് ചന്ദ്രനിലെ പ്ലാസ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനാണ്. പ്ലാസ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനാണ്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അതായത് LRA. എന്താണ് LRA എന്ന് പറഞ്ഞാൽ? LRA എന്ന് പറഞ്ഞാലും മറ്റൊരു പെലോഡാണ്. അത് എന്തെന്ന് വെച്ചാല് ഈ പറയുന്ന നാസ വികസിപ്പിച്ചെടുത്തൊരു ഉപകരണമാണ് ഈ പറയുന്ന LRA. അതായത് ഈ ലേസർ രശ്മികളുടെ സഹായത്തോടു കൂടി ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന നാസയുടെ ഉപകരണമാണ് ഈ LRA.
അതും ഈ ചന്ദ്രയാൻ 3 ഭാഗമായ വിക്രം ലാൻഡറിലെ പെലോഡുകൾ ഉൾപ്പെടുന്നതാണ്. ഇനി ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പൊ ഏതാണ്? ഷേപ്പ് ആണ് ഉൾപ്പെടാത്തത്. ഈ ഷേപ്പ് എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 ഭാഗം തന്നെയാണ്. പ്രൊപ്പൽഷൻ മോഡ്യൂളിലെ പെലോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷേപ്പ് ആണ്. ചന്ദ്രയാൻ 3 പ്രൊപ്പൽഷൻ മോഡ്യൂളിലെ പെലോഡ്, പ്രൊപ്പൽഷൻ മോഡ്യൂളിലെ പെലോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഷേപ്പ് ആണ്. ആ പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ നിന്ന് ഭൂമിയെ നിരീക്ഷിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ നിന്ന് ഭൂമിയെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പെലോഡാണ് ഷേപ്പ്. അപ്പൊ ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറിലെ പെലോഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 3 ഈ ഷേപ്പ് എന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ മോഡ്യൂളിലെ പെലോഡാണ്. അത് ചന്ദ്രയാന്റെ ഭാഗം. ചന്ദ്രയാൻ 3 പ്രൊപ്പൽഷൻ മോഡ്യൂളിലെ പെലോഡ് ഏതാണെന്ന് വെച്ചാൽ അത് ഷേപ്പ് ആണ്. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചന്ദ്രയാൻ 3 നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കറണ്ട് അഫയേഴ്സിലൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ചന്ദ്രയാൻ 3 ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ചന്ദ്രയാൻ 3 കാര്യമാണ് മനസ്സിലാക്കിയത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പോവാം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. അതവിടെ ലാൻഡ് ചെയ്തത് എന്നാണ്? 2008 നവംബർ 14 ലാൻഡ് ചെയ്തത്. അതിന് ജവഹർ പോയിന്റ് എന്നാണ് പ്രദേശത്തെ പറയുന്നത്. അതിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ 1380 കിലോഗ്രാം ആണ്. പിന്നെ മൻമോഹൻ സിംഗായിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. ISRO ചെയർമാൻ G മാധവൻ നായർ ആയിരുന്നു. പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ മയിൽ സ്വാമി അണ്ണാദുരൈ ആയിരുന്നു. ഇനി ചന്ദ്രയാൻ 2 കുറിച്ച് പറയുകയാണെങ്കിൽ വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 അതിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ 3850 കിലോഗ്രാം ആണ്. നരേന്ദ്രമോദി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. അതേസമയത്ത് ISRO ചെയർമാൻ ഡോക്ടർ K ശിവനാണ്. പിന്നെ പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയും മിഷൻ ഡയറക്ടർ ഋതു കരിദാലുമായിരുന്നു. ആ പ്രദേശം എത്തിച്ചേർന്ന പ്രദേശം തിരങ്ക എന്ന പേരിൽ അറിയപ്പെട്ടു. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2021 ജൂലൈ 14 ഞാൻ നേരത്തെ 16 എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഡൗട്ട്. അപ്പൊ നിങ്ങൾ അത് തിരുത്തിക്കോണം. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഇനി അത് വിക്ഷേപിച്ചപ്പോ അത് സേഫ്റ്റി ലാൻഡിംഗ് നടത്തിയത് എവിടെയാണ്? 2023 ഓഗസ്റ്റ് 23 സേഫ്റ്റി ലാൻഡിംഗ് നടത്തിയത്. ഇനി അതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് LV-M3M4. LV-M3M4. ഇവിടെ ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ഏതാണ്? GSLV M3M1. GSLV M3M1 ആണ് വിക്ഷേപണ വാഹനം. ഇവിടെയാണെങ്കിൽ PSLV C11 ആണ് ചന്ദ്രയാൻ 1 വിക്ഷേപണ വാഹനം. ഇനി ഇതിന്റെ ചന്ദ്രയാൻ 3 ഭാരം എന്ന് പറഞ്ഞാൽ 3900 കിലോഗ്രാം ആണ്. ആ സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ സമയത്ത് ISRO ഡോക്ടർ സോമനാഥുമാണ്. വീരമുത്തുവേലായിരുന്നു പ്രോജക്ട് ഡയറക്ടർ. പിന്നെ മോഹൻ കുമാർ ആയിരുന്നു മിഷൻ ഡയറക്ടർ. ശിവശക്തി എന്ന പ്രദേശത്താണ് ഇത് ചെന്ന് സേഫ്റ്റി ലാൻഡിംഗ് നടത്തിയത്. അപ്പൊ ചന്ദ്രയാൻ 3 കുറിച്ചുള്ള പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? AP വത്സല, B സേതു, C ആനന്ദ്, D SK വസന്ത്. അപ്പൊ എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം? എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് എന്താണ്? കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പരമോന്നതമായ ഒരു സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാരിന്റെ പരമോന്നതമായ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. ഇത് നൽകി തുടങ്ങിയത് 1993 മുതലാണ് ഇത് നൽകി തുടങ്ങിയത്. ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഇപ്പോൾ 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയും പ്രശംസ പത്രവും ഫലകവും അല്ലെങ്കിൽ ശില്പവുമാണ് ഇതിന്റെ സമ്മാനം. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ഇനി 1994 ഇത് ലഭിക്കുന്നത് ആർക്കാണ്? തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്. 1994 തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് ലഭിക്കുന്നത്. 1995 ലഭിക്കുന്നത് ബാലാമണി അമ്മയ്ക്കാണ്. ആർക്കാണ്? ബാലാമണി അമ്മയാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ആരാന്ന് വെച്ചാൽ ബാലാമണി അമ്മയാണ്. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന്റെ പരമോന്നതമായ സാഹിത്യ പുരസ്കാരമാണ്. അത് 1993 മുതലാണ് നൽകി തുടങ്ങിയത്. സാഹിത്യത്തിന് സമഗ്ര സംഭാവനയ്ക്കാണ് നൽകി തുടങ്ങിയത്. 5 ലക്ഷം രൂപയായിരുന്നു അതിന്റെ എന്താണ് സമ്മാനത്തുക. ആദ്യമായി ലഭിച്ചത് 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. 94 തകഴി ശിവശങ്കര പിള്ളയ്ക്കും 95 ബാലാമണി അമ്മയ്ക്കും എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. ഇനി 2018
എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആർക്കാണ്? 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് എം മുകുന്ദനാണ്. എം മുകുന്ദൻ. ഇനി 2018 എം മുകുന്ദൻ ലഭിക്കുന്നു. 2019 ആർക്ക് ലഭിക്കുന്നു? 2019 ലഭിക്കുന്നത് എം മുകുന്ദൻ 2018 2019 ലഭിക്കുന്ന ആർക്കാണ്? 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. 2019 ആനന്ദിനും 2020 പോൾ സക്രിയയ്ക്കും 2021 പി വത്സലയ്ക്കും 2022 സേതുവിന് ലഭിച്ചു. 2021 കറണ്ട് അഫയർ ആണ്, അത് ആർക്ക് ലഭിച്ചു? എസ് കെ വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? പി വത്സലയാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. പി വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. സേതുവിന് ലഭിച്ചത് 2022 ആനന്ദിന് 2018 ലഭിക്കുന്നത്. 2019 ആനന്ദിന് ലഭിക്കുന്നു. എസ് കെ വസന്തനാണ് 2023 അതായത് 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് എസ് കെ വസന്തനാണ്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആൾക്കാരെ നമുക്ക് ഓരോ നോക്കാം. പി വത്സല. പി വത്സല ഈയിടെ അന്തരിച്ച സാഹിത്യകാരിയാണ് പി വത്സല. പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? നെല്ല്, കൂമൻ കൊല്ലി, പിന്നെ നിഴലുറങ്ങുന്ന വഴികളെല്ലാം പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. നെല്ല്, കൂമൻ കൊല്ലി, നിഴലുറങ്ങുന്ന വഴികൾ, അതിനവർക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഇനി സേതുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? സേതുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്താണ് നവഗ്രഹങ്ങളുടെ തടവറ എന്നറിയപ്പെടുന്ന കൃതി. അദ്ദേഹം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുമായി ചേർന്ന് എഴുതിയതാണ് നവഗ്രഹങ്ങളുടെ തടവറ എന്ന കൃതി. പിന്നെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച 2 കൃതികളാണ് പാണ്ഡവപുരവും പേടി സ്വപ്നവും. പാണ്ഡവപുരവും പേടി സ്വപ്നവും അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതികളാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സേതുവിന് ലഭിച്ച കൃതിയാണ് അടയാളങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സേതുവിന് ലഭിച്ച കൃതി ഏതാണ്? അടയാളങ്ങളാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഏതാനും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇത്തരം പോയിന്റ്സ് അടങ്ങിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഇത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ ബനാസുർ ഖാലിദ്.